ഹായ് വിവേസ്, ഇന്ന് ഞാൻ പറയുന്നത് ഇമോഷൻസിനെ പറ്റിയാണ്, വികാരങ്ങളെ പറ്റിയാണ്. അതായത് നിങ്ങൾക്ക് പോസിറ്റീവ് ഇമോഷൻസ് ആണോ അഥവാ നെഗറ്റീവ് ഇമോഷൻസ് ആണോ? ഉദാഹരണത്തിന് നിങ്ങൾ പോസിറ്റീവ്ലി ഇമോഷൻസോട് കൂടിയിട്ടാണോ ജീവിക്കുന്നത് അഥവാ നെഗറ്റീവ് ഇമോഷൻസോട് കൂടിയിട്ടാണോ? അതായത് നിങ്ങൾക്ക് ഇമോഷൻസ്, നല്ല വികാരങ്ങൾ നൽകുന്നത്, തരുന്നത് മറ്റുള്ളവരാണോ? മറ്റുള്ളവരിൽ നിങ്ങൾ അത് സ്വീകരിക്കുകയാണോ ചെയ്യുന്നത്? ഉദാഹരണത്തിന് ഒരുപാട് സന്തോഷമുള്ള ആളുകളുടെ ഇടയിൽ കടന്നു ചെല്ലുമ്പോഴാണോ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നത്? അതുവരെ നിങ്ങൾ സൈലൻ്റ് ആയിട്ടാണോ ഇരിക്കുന്നത്? ഞാൻ എളുപ്പ ഭാഷയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. 4 പേർ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ പെട്ടെന്ന് തന്നെ ആ 4 പേർക്ക് സന്തോഷമുണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ അവർക്ക് പോസിറ്റീവ് ഇമോഷൻസ് പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ വരവിൽ അവർ സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. അഥവാ ആ 4 പേർ നിശബ്ദരാകുകയും നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? ആ 4 പേരിൽ നിന്ന് നിങ്ങൾക്ക് പോസിറ്റീവ് ഇമോഷൻസ് കിട്ടുന്നു. അതായത് നിങ്ങൾ മറ്റുള്ളവരുടെ ഇമോഷൻസിലും വികാരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇമോഷൻസ് ഇല്ല എന്നാണ് അർത്ഥം. നിങ്ങളുടെ ഫാമിലിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഫാമിലിയിൽ നിന്നും കുറച്ച് സന്തോഷകരമായിട്ടുള്ള, അതായത് വികാര നിർഭിതമായിട്ടുള്ള രംഗങ്ങളും അവരിൽ നിന്ന് സന്തോഷകരമായ അനുഭവങ്ങളും വർത്തമാനങ്ങളും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ, അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ലഭിക്കുന്ന പോസിറ്റീവ് വികാരങ്ങൾ, ഫീലിങ്സ് നിങ്ങളുടെ ഫാമിലിയിൽ നിന്നാണ് ലഭിക്കുന്നത്. അത് നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പോസിറ്റീവായിട്ടുള്ള വികാരങ്ങൾ ഇല്ല എന്നാണ് അർത്ഥം. പക്ഷേ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ, ശരിക്കും നിങ്ങളുടെ ഫാമിലിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർ നിശബ്ദരാവുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് നിങ്ങളിൽ നിന്നും അവർക്ക് സന്തോഷകരമായ അനുഭവം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മറ്റുള്ളവരുടെ ഇമോഷൻസിനെയും വികാരങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല നിങ്ങൾ ജീവിക്കേണ്ടത് എന്നുള്ളതാണ്. പകരം നിങ്ങൾ എങ്ങനെ ജീവിക്കണം? സമൂഹത്തിന് തന്നെയായാലും മറ്റുള്ളവർക്കായാലും സന്തോഷം പ്രദാനം ചെയ്യുന്ന രീതിയിൽ, നല്ല നല്ല ഇമോഷൻസ്, ഹാപ്പിനെസ്സായ മൂമെന്റ് പ്രദാനം ചെയ്യുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സമൂഹത്തിൽ തന്നെ നിങ്ങളൊരു ഹീറോ ആയിരിക്കും, നിങ്ങളുടെ ഫാമിലിയിൽ ഒരു ഹീറോ ആയിരിക്കും, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഹീറോ ആയിരിക്കും. നമ്മൾ ഏത് സ്ഥലത്ത് കടന്നു ചെന്നാലും അവിടെ നിൽക്കുന്ന മനുഷ്യർക്ക് പെട്ടെന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു ഇമോഷൻസ് ഉണ്ടാവുകയാണ് എങ്കിൽ, ഒരു സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളുടെ വരവിൽ അവർ സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് അവർ നിശബ്ദരാവുകയാണെങ്കിലോ, നമ്മളവിടെ കടന്നു ചെന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, നെഗറ്റീവ് ഫീലിങ്സിന് ഉടമയാണ് നമ്മൾ എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു മനുഷ്യനിൽ 2 ഭാവങ്ങളുണ്ട്. പോസിറ്റീവ് ഇമോഷൻസ് ഉണ്ട്, നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ട്. നെഗറ്റീവ് ഇമോഷൻസിനെ പൂർണ്ണമായിട്ട് നിങ്ങൾ കളഞ്ഞിട്ട് പോസിറ്റീവ് ഇമോഷൻസ് വർക്കൗട്ട് ആവുകയാണ് ചെയ്യേണ്ടത്. എവിടെ നിങ്ങൾ പോസിറ്റീവ് വികാരങ്ങൾ, അത് പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് നിങ്ങൾ എവിടെ വർക്കൗട്ട് ആക്കുന്നോ അവിടെ നിങ്ങൾക്ക് നല്ലൊരു സ്ഥാനം ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഇമോഷണലി മറ്റുള്ളവരെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.